മനുഷ്യന് ആവറേജ് ആയിട്ടാ കുഴപ്പമില്ല, കൊള്ളാം. റോബറി എല്ലാം സിമ്പിളായിട്ട് എടുത്ത് കളഞ്ഞു, അതുകൊണ്ടാണ്. ധനുഷിൻ്റെ പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട്. സിനിമ ആവറേജ്, ഡയറക്ടറിൻ്റെ പഴയ സിനിമ എന്നിട്ടാണ് വന്നത്, പ്രതീക്ഷ വരെ ഒരു ആവറേജ്, കുഴപ്പമില്ല. പടം ഓക്കെയാണ് കേട്ടോ, അത്രയേ ഉള്ളൂ, ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്ക് തമിഴ് ഓഡിയൻസിന് പറ്റുമായിരിക്കും, ഇവിടുത്തെ ഉള്ളവർക്ക് വർക്കാവുമെന്ന് അറിയില്ല. ധനുഷ് നല്ല ആക്ടിങ്ങാണ്, പീക്ക് മൂവിയിൽ നല്ല രീതിക്ക് ഡീറ്റെയിലും ചെയ്തിട്ടുണ്ട്, പീക്കായിട്ട്. ടൈം വാച്ചബിൾ ആണ് മൂവി. പക്ഷേ ഡയറക്ടറിൻ്റെ നേരത്തെ ഉള്ള പോർത്തുഴലിൻ്റെ അത്രയും വന്നിട്ടില്ല. അതായത് ആദ്യത്തെ 10 മിനിറ്റ് ഭയങ്കര ത്രില്ലിംഗ് കാണിച്ചിട്ട് പിന്നെ ഭയങ്കര സ്ലോ ആയിട്ട് പോയിട്ട് ഇൻട്രോലിൽ വീണ്ടും ഒരു പഞ്ച് കൊടുക്കുന്നു. സെക്കൻഡ് ഹാഫിലും കുറച്ചുകൂടി നല്ല അടിപൊളി ആക്കായിരുന്നു. പക്ഷേ ആ വിഘ്നേഷ് പോർത്തുഴലിൻ്റെ അത്രയും ചെയ്തിട്ടില്ല, ഇതിൻ്റെ അത് അത്രയും വർക്കില്ല. ഒരു ആവറേജ് മൂവി, വൺ ടൈം വാച്ചബിൾ. നല്ല പടമായിരുന്നു ബ്രോ. ധനുഷിൻ്റെ നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആണ്. ഡയമണ്ട് ധനുഷ്, എല്ലാ ധനുഷ് ഫാൻസും ഇന്ന് ഹാപ്പി ആയിരിക്കും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യമില്ലാത്ത ഡിഗ്രേഡ് വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം കണ്ട് ഇറങ്ങുന്ന എല്ലാവരും ഹാപ്പി ആയിരിക്കും ബ്രോ. പടം കുഴപ്പമില്ലെന്നേ ഉള്ളൂ, ആവറേജ് ഫീലാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഇമോഷണൽ സൈഡാണ് കൂടുതലുള്ളത് പടത്തിന്, ഇമോഷണൽ ആയിട്ടാണ് പടം തോന്നിയത്. പെർഫോമൻസ് വൈസൊക്കെ അടിപൊളിയായിരുന്നു. ധനുഷിൻ്റെയും സുരാജ് ചേട്ടൻ്റെയൊക്കെ പെർഫോമൻസാണ്. പിന്നെ ജയറാമിൻ്റെയൊക്കെ വലിയ സീൻസൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. മമിതയാണെങ്കിൽ അതുപോലെ ചെറിയൊരു റോളൊക്കെയാണ്. പിന്നെ ഇമോഷണൽ സൈഡാണ്. മമിതയ്ക്കിനെ കുറച്ചും കൂടെ വേറൊരാളായിട്ട് എനിക്ക് ആക്ട് ചെയ്യാൻ തോന്നി. വേറൊരാളായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. കാരണം മമിതയ്ക്ക് ആ റോൾ അത്രയും ആപ്റ്റ് ആയി എടുക്കാൻ പറ്റിയില്ല, കുറച്ചുകൂടെ ഇമോഷണൽ സൈഡായതുകൊണ്ട്. പിന്നെ ധനുഷിൻ്റെ വൈഫൊക്കെ ആയിട്ട് നമുക്കത് ഈക്വലാവുന്നത് കുറച്ച് സീൻസേ ഉള്ളൂ. പക്ഷേ പിന്നെ ഉള്ളത് ഇമോഷണൽ സൈഡൊക്കെയാണ് കൂടുതലുള്ളത്. പാസം, ഇപ്പം മറ്റേ ഇഡലിക്കട പടമില്ലേ ധനുഷിൻ്റെ, അതിൻ്റെ കുറച്ചും കൂടെ വേറൊരു റോബറി, ബാങ്ക് റോബറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതേ പാസം തന്നെയാണ്, തമിഴ് അതേ സെയിം തന്നെ. അച്ഛന് വേണ്ടി മകൻ വരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതൊക്കെ തന്നെയാണ്. പിന്നെ അത് ജനങ്ങൾക്കും കൂടെ കുറച്ചും കൂടെ ഉപകാരം വേണ്ടി ചെയ്യുന്നുള്ളൂ എക്സ്ട്രാ. പടം കൊള്ളായിരുന്നു, നല്ല പടമാണ്. ബാങ്ക് റോബറിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കഥ കൊള്ളാം. പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. പടം കൊള്ളാം ബ്രോ, നല്ലൊരു പടമാണ്. ഒരു ഇപ്പോൾ നമ്മൾ ടിപ്പിക്കൽ സ്റ്റോറി ആണെങ്കിലും ചെയ്ത് വെച്ചിരിക്കുന്ന രീതി വെച്ച് കണ്ടിരിക്കാൻ പറ്റും. എനിക്കൊരു ബോർ പടമല്ല, നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയ അടിപൊളി പടം തന്നെ. റോബറി സീനുകളൊക്കെ നൈസായിരുന്നു. കാരണം അടുത്തെന്ത് നമുക്ക് ഉള്ളിൽ തോന്നിക്കും, അതാണല്ലോ വേണ്ടത്. അപ്പോൾ അത് വെച്ച് കൊള്ളാം. പിന്നെ മമത ബൈജുവിൻ്റെ റോളൊക്കെ അല്പമേ ഉള്ളൂവെങ്കിലും മതി. ആ ഒരു സ്റ്റോറിക്ക് വേണ്ടത് തന്നെയാണ്. ഓവറായിട്ട് പാസം കയറ്റിയിട്ടില്ല, റൊമാൻസ് കയറ്റിയിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് പടം കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകുന്നത്. ഇപ്പോൾ ഇമോഷണൽ സീൻസൊക്കെ കൊള്ളായിരുന്നു. പിന്നെ പുള്ളിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ഒരു ആക്ടറിൻ്റെ പേര് കറക്റ്റ് വരുന്നില്ല, പക്ഷേ പുള്ളി കിടിലായിരുന്നു കേട്ടോ. പുള്ളിയെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൽ പക്ക ഒരു ക്യാരക്ടർ കിട്ടുന്നുണ്ട്. ക്യാരക്ടർ വൈസ് എല്ലാവരും സൂപ്പറായിരുന്നു. സുരാജ് ആവട്ടെ, ധനുഷ് ആവട്ടെ, എല്ലാവരും കൊള്ളായിരുന്നു. അവിടെ വെറുത്ത് വെച്ച് തന്നെയാണ്, വലിയ ബോറൊന്നുമില്ല. നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുറത്തുള്ള ഡയറക്ടർ വിഘ്നേഷ് രാജയാണ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമോഷണലി റൂട്ടഡ് സസ്പെൻസ് ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ഗ്രാമത്തിലെ ഒരു പശ്ചാത്തലത്തിൽ വരുന്നൊരു സിനിമയായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ചെറിയൊരു സ്ലോവും കാര്യങ്ങളുണ്ട്. ബട്ട് ഓവറോൾ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ്. ധനുഷ് എനിക്ക് സത്യം പറഞ്ഞ കർണലല്ല ധനുഷിനെ കാണുമല്ലോ, അതുപോലെ ഫീലാണ് തോന്നിയത്. ധനുഷൊക്കെ വേറെ ലെവലായിരുന്നു. പ്രത്യേകിച്ച് ജി.വി. പ്രകാശിനെ പറയണം, മ്യൂസിക്കെല്ലാം ഒരു രക്ഷയില്ല. ജി.വി. ധനുഷിനെ എലവേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ വേറെ ലെവലാണ്. എന്തായാലും കാണാം, നല്ലൊരു സിനിമ തന്നെയാണ്.